അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അതിന് നമുക്കിന്ന് ചെമ്മീനല്ലല്ലോ കിട്ടിയിരിക്കുന്നത്, വാളയല്ലേ. അപ്പം എങ്ങനെ നമ്മൾ തുടങ്ങല്ലേ? വഴറ്റാതെയും പാലെടുക്കാതെയും സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 3-4 ചെറിയ ഉള്ളി. ഇതിത്രയും നന്നായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് മാങ്ങ, പച്ചമുളക്, കാന്താരി, ഒരു തക്കാളി. മാങ്ങയൊക്കെ നിങ്ങളുടെ പുളിക്കനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചട്ടി കഴുകി വെച്ച് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ, തക്കാളി, കാന്താരി, പച്ചമുളക്, ഞാൻ കുറച്ച് പിഴിപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് അതും കൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മീൻ ഏതായിരുന്നാലും നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു പകുതി മുരിങ്ങയ്ക്കയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കറി ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീനെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. പെട്ടെന്ന് ബാച്ചിലേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പ്രത്യേകിച്ച് ഈ കറി ഉണ്ടാക്കുന്നത്. പിന്നെ പഠിക്കാനൊക്കെ പോയി നിൽക്കുന്ന കുട്ടികൾക്കും ആദ്യമായിട്ട് കറി വെക്കുന്നവർക്കുമൊക്കെ ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാം കൂടെ മിക്സിയിലൊന്ന് അരയ്ക്കുക, ഇതിലേക്ക് ചേർക്കുക. നമ്മളെ സിമ്പിളായിട്ടുള്ള കറി റെഡിയാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. കറി ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരും ഈ കറി എന്തായിരുന്നാലും ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.